മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാളകത്ത് വീട്ടിൽ അവരുടെ ബെഡ്റൂമിൽ ഒരു സ്ത്രീയെ ഗണേഷ് കുമാറിൻ്റെ ഭാര്യ കണ്ടുപിടിച്ചു. വലിയ വിവാദമായി അത്. അവർ ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്തു. സർക്കാർ ശമ്പളം പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അത് തടയാൻ ശ്രമിച്ചു. ശാന്ത് എന്ന ഡ്രൈവറും അതിന് കൂട്ടുകൂടി. ഫോട്ടോ എടുത്ത ആ മൊബൈൽ ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു. അവർ അപ്പോൾ പോലീസിനെ വിളിച്ചു. ശ്രീലേഖ മാഡം എന്ന് പറയുന്നത് അവരുടെ സഹോദരൻ്റെ ഭാര്യയാണ്. 112 വിളിച്ചു. പോലീസ് വന്നു. മന്ത്രിയുടെ വീട് വളഞ്ഞു. പക്ഷേ അവിടുന്ന് ആ സ്ത്രീയെ കടത്തിക്കൊണ്ടുപോയി. സംഗതി വളരെ വിവാദമായി. ഇതൊരു തനിയാവർത്തനമായിട്ട് തന്നെ നമുക്ക് തോന്നും. 2013 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് ഇതേ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയ ആളാണ് മന്ത്രി ഗണേഷ് കുമാർ. 2013 ഏപ്രിൽ 7 മന്ത്രിയായ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടി വന്നു. മറ്റൊരു സ്ത്രീയുമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ യാമിനി തങ്കച്ചി കണ്ടുപിടിച്ചു. ആ സ്ത്രീയും അവരുടെ ഭർത്താവും മന്ത്രിമന്ദിരത്തിൽ വന്നു. ഭർത്താവ് മന്ത്രിയെ ചെവിക്കലിനിട്ട് അടിച്ച് താഴെ വീണു. അയാൾ ആ സംഭവത്തിന് ഉടൻ തന്നെ ക്ഷമ പറഞ്ഞു മന്ത്രി. ക്ഷമ എല്ലാത്തിനൊരു പരിഹാരമാണോ? അതാണ്. എങ്കിലും ഒരു മന്ത്രി എന്ന ഭരണഘടനാപരമായ ഒരു പൊസിഷനിൽ നിൽക്കുന്നവർക്ക് ഇതുപോലെയുള്ള പ്രവൃത്തികൾ പബ്ലിക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? അത് വളരെ വിവാദമാകുകയില്ലേ? ഇതിനെ സംബന്ധിച്ച് പോലീസ് നടപടിയൊന്നും എടുത്തില്ല. മന്ത്രിസ്ഥാനം പോകുമെന്ന് വന്നപ്പോൾ ഭാര്യയെ എടുത്ത് ക്ഷമ പറഞ്ഞു, സെറ്റിൽമെൻറ്റായി. ഭാര്യയ്ക്ക് പരാതിയില്ല. ആ സ്ത്രീയെ തൻ്റെ ബെഡ്റൂമിൽ കണ്ടെത്തിയ വിവരം ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളോട് പറഞ്ഞു. ഇതിനെ സംബന്ധിച്ച് ചില വിവാദ പ്രസ്താവനകൾ മന്ത്രി അങ്ങ് നടത്തി. ഇപ്പോൾ വരുന്നത് ഭാര്യ ക്ഷമിച്ചു. അത് ഭാര്യ ഭർത്താക്കന്മാരും തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൻ്റെ അകത്ത് വേറെ ആരും ഇടപെടണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന കുറേ ആൾക്കാർ ഈ കാരണത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ കുടുംബ പ്രശ്നമാണെങ്കിലും അവിടെ മറ്റൊരു സ്ത്രീ ഇയാളെ ബന്ധപ്പെടുന്നത് കണ്ടെങ്കിലും അതിന് സംരക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സർക്കാരിൻ്റെ വേതനം പറ്റുന്ന അവിടുത്തെ പേഴ്സണൽ സ്റ്റാഫും ശാന്ത് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവർ, അദ്ദേഹത്തിനെയും പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നറിയില്ല. അവർക്കൊക്കെ സർക്കാർ ഖജനാവിൽ നിന്ന് പെൻഷൻ കൊടുക്കേണ്ടതാണ്. പേഴ്സണൽ സ്റ്റാഫൊക്കെ പെൻഷൻ വാങ്ങുന്നവരാണ്. ആ കാര്യം കൂടെ ഓർക്കണം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നതിന് പെൻഷൻ കൊടുക്കണമോ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഗണേഷ് കുമാറിൻ്റെ ചില പ്രതിവചനം ഒക്കെ വന്നു. തൻ്റെ സ്വകാര്യതയുടെ ഉള്ള കാര്യമാണ്. അതിനകത്ത് മറ്റാർക്കും ഇടപെടേണ്ട ആവശ്യമില്ല. തനിക്ക് ചില പ്രണയങ്ങളുണ്ട്, ഒന്നൊന്നുമല്ല, 5000 കൂടുതലുണ്ടെന്നാണ് പറഞ്ഞത്. ആ പ്രണയം അതെൻ്റെ സ്വകാര്യതയാണ്, അതിനകത്ത് ആരും ഇടപെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രണയത്തിന് ഇന്ത്യയിലെ കഴിഞ്ഞ 100 വർഷത്തിനകം പ്രണയിച്ച മഹാന്മാരെ ഒരു ലിസ്റ്റൂടെ പുറത്തുവിട്ടു. ആ കൂട്ടത്തിൽ നെഹ്റു ഉണ്ട്, രാജീവ് ഗാന്ധിയുണ്ട്, വാജ്പേയി ഉണ്ട്, മാധവ് കുട്ടിയുണ്ട്. അങ്ങനെ പ്രശസ്തരായ പല വ്യക്തികളും പ്രണയിക്കുന്നുണ്ട്. ഞാനും അതുപോലെ പ്രണയിക്കുന്നുണ്ട്. ഒന്നല്ല 10,000 പേരുണ്ട്. അതിനെന്താണ് കുഴപ്പം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. നല്ല മറുപടിയായിട്ട് നമുക്ക് തോന്നാം. അദ്ദേഹം ഒരു പൊതുകാര്യ പ്രസക്തനാണ്. അദ്ദേഹം ആ പൊതുരംഗത്ത് പ്രവർത്തിച്ചതിന് ഫലമായിട്ടാണ് മന്ത്രിയാക്കിയത്. മന്ത്രിയായ ഒരാൾക്ക് ഈ തോന്നിയാസം മുഴുവൻ കാണിക്കാമോ ഇല്ലയോ, ഭരണഘടനയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ധാരാളം പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങളിനകത്തുണ്ട്. നമുക്കറിയാം 2013 സോളാർ കേസിൻ്റെ ഇഷ്യൂ ഒക്കെ നമുക്കറിയാം. അവിടെ മുൻ മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന്
വന്ന് ഭവിച്ച മാനനഷ്ടം, അദ്ദേഹത്തിന് വന്ന രാഷ്ട്രീയ അപജയങ്ങൾ, അതൊക്കെ ഗണേഷ് കുമാറിൻ്റെ ആ ഒരു പ്രവൃത്തി മൂലമാണ് ഉണ്ടായത്. അത് സംബന്ധിച്ചൊരു കേസ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരായി എഴുതിയ ഒരു ലെറ്റർ, അതിനകത്ത് 3-4-5 വാചകങ്ങളുടെ കൂട്ടിച്ചേർത്തു എന്നുള്ള ഒരു കേസ് ഇപ്പം കൊട്ടാരക്കര നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറുപടി ഇനിയും വന്നു. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ 112 വിളിച്ചൊരു പരാതി കൊടുത്തു. ഇപ്പോൾ തനിക്ക് പരാതിയില്ല, അത് സെറ്റിൽ ചെയ്തു എന്നാണ്. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? ഇത് MLA ആണ്, മന്ത്രിയാണ്, അതുപോലെ തന്നെ പൊതുക്കാര്യ പ്രസക്തനാണ്. അങ്ങനെയുള്ള ആൾക്ക് വഴിവിട്ട രീതിയിൽ സഞ്ചരിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ വാളകത്തെ കുടുംബ വീട്ടിലെ മറ്റൊരു സ്ത്രീയെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കണ്ടെത്തി, അതിൻ്റെ ഫോട്ടോ എടുത്തു. ആ സ്ത്രീ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ശാന്തനുണ്ട് കടത്തിക്കൊണ്ടുപോയി. ആ കടത്തിക്കൊണ്ടുപോയവരിപ്പം ജീവനോടെ ഉണ്ടോ? അവർക്കെന്ത് സംഭവിച്ചുവെന്ന് സംസ്ഥാന ഗവൺമെൻറ് പറയേണ്ടതാണ്. ആ കടത്തിക്കൊണ്ട് പോയെന്ന് പറയുന്ന സ്ത്രീ ആരാണ് അറിയണ്ടേ? ഇൻ്റലിജൻസ് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? അത് ഗവൺമെൻറ് അറിയണം, സംസ്ഥാന പോലീസ് അറിയണം, പോലീസ് മേധാവി അറിയണം, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയണം, ഗവർണർ അറിയണം. ഇവിടുത്തെ അദ്ദേഹത്തിന് ഗവർണറുടെ കീഴിലുള്ള ഒരു മന്ത്രിയാണ്. ആ മന്ത്രി വഴിവിട്ട് സഞ്ചരിച്ചു എന്ന് ഭാര്യ പറയുകയാണ്. ഭാര്യയ്ക്ക് ആ കാര്യത്തിൽ പരാതിയില്ല എന്നും വന്നിട്ടുണ്ട്. പക്ഷേ പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന് എതിരായി പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടുന്നതിന് മുമ്പ് KPCC പ്രസിഡന്റും മറ്റവർക്കും കൊടുത്ത പരാതി കൊടുത്തു എന്നറിഞ്ഞപ്പോൾ ഓടി നടന്ന് പോലീസ് കേസെടുത്തു. അത്തരം ചിട്ടയായ കാര്യങ്ങൾ പോയത്. മന്ത്രിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? മന്ത്രിയും ഭാര്യയും കൂടെ രമ്യതയിലായി കാണും, അതൊക്കെ വേറെ കാര്യം. പക്ഷെ ഒരു മന്ത്രിയാണ് മറ്റൊരു സ്ത്രീയുമായിട്ട് അദ്ദേഹത്തിൻ്റെ വാളകത്തെ കുടുംബ വീട്ടിൽ കഴിയുക. കുടുംബ വീടായാലും ശരി, മന്ത്രിമന്ദിരമായാലും ശരി, സർക്കാരിൻ്റെ ഏതെങ്കിലും സ്ഥാപനത്തിലായാലും ശരി, PWD റെസ്റ്റ് ഹൗസിലായാലും ശരി, മന്ത്രിയാണ്. സംസ്ഥാനത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ്. ആ മന്ത്രി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിയമത്തിന് വിധേയമാണ്. സന്മാർഗ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അവിശുദ്ധമായ കൂട്ടുകെട്ടും ബന്ധങ്ങളും ഒരു മന്ത്രിക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനെയെങ്കിൽ ആ മന്ത്രിയെ നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അത് രാഷ്ട്രീയമല്ല അവിടെ ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിനെ കഴിഞ്ഞ 25 വർഷമായിട്ട് 24 വർഷമായിട്ട് അവിടെ പത്തനാപുരത്തെ ജനങ്ങൾ ജയിപ്പിക്കുകയാണ്. ഓരോ ഇതുപോലെ വിവാദങ്ങളും വരുമ്പോൾ തനിക്ക് ഭൂരിപക്ഷം കൂടുന്നു എന്നാണ് മന്ത്രി വീമ്പിളക്കിയത്. എന്തായാലും 112 ഭാര്യ വിളിച്ചു പറഞ്ഞ സംഗതി ഇന്ന് സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളും അറിഞ്ഞ കാര്യമാണ്. അതിന് ചില ധാർമ്മികതയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഗവൺമെൻറ് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. മന്ത്രിയുടെ കൂടെ ആ വാളകത്തെ വീട്ടിൽ സംസ്ഥാനത്തെ ട്രഷറിയിൽ നിന്ന് പണം പറ്റുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. പോലീസ് അന്വേഷിക്കേണ്ട വിഷയമാണ്. ഭാര്യയ്ക്ക് പരാതിയില്ലെങ്കിലും മന്ത്രിക്ക് പരാതിയില്ലെങ്കിലും പൊതുജനങ്ങൾക്ക് പരാതിയുണ്ട്. അവർ ഈ കാര്യത്തിൽ ഇടപെട്ടോ? ഒരു സ്ത്രീ അവരെ കൊണ്ടുവരാനായിട്ട് മന്ത്രിക്ക് കൂട്ടുനിന്നോ? അവർ അങ്ങനൊരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇറക്കി വിടാനുള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. സെക്യൂരിറ്റി ആയാലും ശരി, പേഴ്സണൽ സ്റ്റാഫ് ആയാലും ശരി. മന്ത്രിയുടെ കിടക്കമുറിയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ അവർക്ക് അവകാശമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ അവർ ഇൻ്റർഫിയർ ചെയ്യണം. മന്ത്രിയുടെ അതൊരു മന്ത്രിസഭ നിലനിർത്തുന്നതിന് വേണ്ട ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് സർക്കാർ ട്രഷറിയിൽ നിന്ന് ഇവർക്കൊക്കെ ശമ്പളം കൊടുത്ത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിർത്തിയിരിക്കുന്നത്. അവിടെ അവിഹിതമൊന്നും നടക്കാൻ പാടില്ല, അസാർമാർഗികമായ ഒന്നും നടക്കാൻ പാടില്ല, അവിടെ കൈക്കൂലി നടത്താൻ പാടില്ല. അവിടെ പൊതുജന സേവനത്തിന് തയ്യാറായി നിൽക്കുന്ന മന്ത്രിയുടെ അടുത്ത് അവർക്ക് നീതി കിട്ടണം. അവിടെ വന്ന സ്ത്രീ ആരാണ്, അവരെവിടുത്തുകാരിയാണ്, അത് കണ്ടെത്തണം. അവർ വിവാഹിതയാണോ, അവർക്ക് ഭർത്താവുണ്ടോ, ഭർത്താവിൻ്റെ കൺസെൻറ്റോടു കൂടിയാണ് അവിടെ വന്നത്, അവരിപ്പം ജീവിച്ചിരിപ്പുണ്ടോ, ഇതൊക്കെ അറിയാൻ പൊതുജനങ്ങൾക്ക് ബാധ്യതയുണ്ട്, സർക്കാരിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പ്രശ്നം തീർന്നു എന്ന് പറഞ്ഞാൽ അത് വില പോവില്ല. അതുകൊണ്ട് അടിയന്തരമായി ഇതിനകത്ത് നടപടി എടുക്കണം മുഖ്യമന്ത്രി. ഈ രീതിയിലുള്ള പ്രവർത്തനം
സംസ്ഥാനത്തെ ഒരു മന്ത്രി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഏതായാലും ബിന്ദു മേനോൻ 2014 വിവാഹം കഴിച്ചു. അതിനുശേഷം ആദ്യത്തെ യാമിനി തങ്കച്ചിയുടെ വിവാഹം അത് ഡൈവോഴ്സിലേക്ക് പോയി. അതും ഇതുപോലത്തെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അവിടെ നേരത്തെ 2013 കാലഘട്ടത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി അനുഭവിച്ച അതേ സിറ്റുവേഷൻ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഫേസ് ചെയ്യുകയാണ്. വളരെ ബുദ്ധിപൂർവമായ തീരുമാനമാണ് എടുക്കേണ്ടത്, നിയമപരമായ തീരുമാനം എടുക്കേണ്ടത്. അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ രമ്യതയിലായി അവർ പരസ്പരം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ 112 വിളിച്ചത് എന്തിന്? ആ 112 വിളിച്ചതിന് ഒരു മറുപടി മന്ത്രി ഗണേശൻ പറഞ്ഞു. അതുപോലെ രസകരമായിട്ടുണ്ട്. കാരണം വട്ടുമൂത്താൽ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ കാണിക്കും, അതിൻ്റെ പുറകെ പോലീസോ മന്ത്രിയോ പോകേണ്ട കാര്യമില്ല എന്നൊരു വാക്കാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് കാലോചിതമായിട്ട് നമ്മൾ ചിന്തിച്ചെടുക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ നമുക്ക് ഹനിക്കാൻ പറ്റുമോ? അത് വട്ടുമൂത്ത അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ചു പറയുന്നതൊക്കെ അതേപടി പോലീസിന് കേസെടുക്കണോ? പക്ഷേ അതിനകത്ത് ചില വസ്തുതകളും ഫാക്റ്റുകളും ഉണ്ടായിരുന്നു. ആ വീട്ടിലൊരു സ്ത്രീ, മറ്റൊരു സ്ത്രീ വന്നിരുന്നു. ആ സ്ത്രീ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. തീർച്ചയായിട്ടും അതിന് പൊതുജനങ്ങൾക്ക്, പബ്ലിക്കിനും പരാതിയുണ്ട്. ആരാണ് ആ സ്ത്രീ എന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം അവിടുത്തെ പോലീസിനുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന പോലീസിനുണ്ട്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനുണ്ട്. അവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും ആഭ്യന്തര വകുപ്പ് കണ്ടെത്തണം. അത് പൊതുജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണ്. അത് നിയമപരമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഏതായാലും ഇതുപോലെയുള്ള മന്ത്രിമാരെ ഒരു ഭരണഘടനയുടെ പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായി ചിലപ്പോൾ നമുക്കറിയാം, ചില ആൾക്കാരൊക്കെ വെട്ടുകേസ്, കൊലക്കേസിലൊക്കെ പ്രതിയായിട്ട് MLA ആയിട്ട് പല സ്റ്റേറ്റിലുമുണ്ട്. അവർ ജയിലിൽ റിമാൻഡ് ചെയ്ത് കിടന്നപ്പം മത്സരിച്ച് ജയിച്ച MLA മാരും ഉണ്ട്. പക്ഷേ അത് വ്യക്തിവൈരാഗ്യം കൊണ്ടൊക്കെ തീർത്ത പ്രശ്നങ്ങളായിരിക്കാം, രാഷ്ട്രീയപരമായിട്ട് തീർത്തുകൊണ്ടവരായിരിക്കാം. ഇവിടെ സന്മാർഗമാണോ, മാതൃകാപരമായി എല്ലാവരും ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട വ്യക്തികളാണ് മന്ത്രിമാർ. അതുകൊണ്ട് ഇവിടെ സർക്കാരിൻ്റെ നിലപാട് വളരെ പ്രസക്തമാണ്. ഈ കാര്യത്തിൽ അവർ തമ്മിൽ പറഞ്ഞു തീർത്തെങ്കിലും അതിനകത്ത് മിച്ചം കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് ഭരണഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. ഒരു മന്ത്രിയുടെ വസതിയിൽ ഒരു സ്ത്രീ വന്ന് അവിഹിത ബന്ധം ഏർപ്പെടുന്നത് നന്നാകുമോ? അത് നന്നായിരിക്കുമോ? അത് നല്ലതാണോ? അതിന് നടപടി സർക്കാർ എടുക്കണ്ടേ? ഭാര്യയും ഭർത്താവും പരസ്പരം ക്ഷമിച്ച് അങ്ങനെയൊരു ജീവിതം നയിക്കുന്നവർക്ക് അത് പ്രസക്തമല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ പൊതുജനങ്ങൾക്ക് തീർച്ചയായിട്ടും മാതൃക കാണിക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ് മന്ത്രിമാർ. മന്ത്രി ഗണേശൻ്റെ മാതൃകാപരമായ പ്രവൃത്തിയായിട്ട് ഇത് അംഗീകരിക്കണമോ ഇല്ലയോ എന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. അത് അടിയന്തരമായി കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ പതിയണം. ഇടതുപക്ഷ ഗവൺമെൻറ് എന്തു ചെയ്യുന്നു ഈ കാര്യത്തിൽ എന്നറിയണം. ഒരു മന്ത്രിസഭയിൽ നേരത്തെ 2013 ഒരു മുഖ്യമന്ത്രിയെ കുഴപ്പത്തിലാക്കിയ അതിൻ്റെ മിച്ചം ആയ ധാരാളം കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ രീതിയിലുള്ള പ്രസക്തമായ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്. KSUവിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരാളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം അത് നിയമപരമായി സെറ്റിൽ ചെയ്യാൻ കഴിയില്ല. അത് കാരണം ഭരണഘടന അനുസരിച്ച് ഉള്ള ഒരു പ്രവർത്തിക്കുന്ന അയാൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും അസാന്മാർഗീയതയുമൊക്കെ ഭരണഘടനാ ലംഘനമായിട്ട് തന്നെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ കാര്യത്തിൽ ഉണ്ടാകുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിന് നല്ലതാണ്.